മലയാളം കണ്ട ഏറ്റവും ഗംഭീര വിജയമായി മാറിയിരിക്കുകയാണ് തുടരും. മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി അണിയിച്ചൊരുക്കിയ ചിത്രം കളക്ഷൻ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞു. കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി സ്വന്തമാക്കിയ ചിത്രം തുടരും OTT റിലീസിന് ശേഷവും പ്രദർശനം കൂടുകയാണ്. OTT റിലീസിന് പിന്നാലെയാണ് ചിത്രത്തിന്റെ റീമേക്കിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്നത്. അജയ് ദേവഗൺ, അക്ഷയ് കുമാർ എന്നിവർ ചിത്രത്തിന്റെ റീമേക്കിനായി ശ്രമിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ ഹിന്ദി റീമേക്കിന് മുൻപ് ചിത്രം തെലുങ്കിലേക്ക് ഒരുക്കുമെന്നുള്ള റൂമറുകളും ഇതിനിടെ ഉയർന്നു. തെലുങ്ക് സൂപ്പർ താരം ചിരഞ്ജീവി തുടരും തെലുങ്കിൽ റീമേക്ക് ചെയ്യാൻ ഒരുങ്ങുന്നുവെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു. കഥയിൽ ചെറിയ മാറ്റങ്ങളോടെയാകും ചിത്രം ഒരുക്കുകയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തെലുങ്ക് പതിപ്പിനെ ട്രോളിക്കൊണ്ടുള്ള വീഡിയോകളാണ് വൈറൽ. ഏത് കഥയെയും വലിയ സ്കെയിലിൽ ചിത്രീകരിക്കുന്ന തെലുങ്ക് സിനിമാ രീതിയെയാണ് ട്രോളന്മാർ ഏറ്റെടുത്തിരിക്കുന്നത്. തുടരും സിനിമയിൽ മോഹൻലാലിനെ ഒറ്റയാനോട് ഉപമിച്ചപ്പോൾ തെലുങ്കിൽ ദിനോസറിനെയാണ് നായക കഥാപാത്രവുമായി താരതമ്യം ചെയ്യുന്നത്. പ്രഭാസ് നായകനായി എത്തിയ സലാറിൽ നായകനെ ദിനോസറായിരുന്നു പുകഴ്ത്തിയത്. തെലുങ്കിലെ മെഗാസ്റ്റാർ ആയതിനാൽ നായകൻ അംബാസഡർ ഓടിക്കില്ലെന്നും മിനിമം ഹെലികോപ്റ്ററെങ്കിലും വേണമെന്നാണ് ട്രോളന്മാർ പറയുന്നത്. ബ്രൂസ്ലി ദ ഫൈറ്റർ എന്ന സിനിമയിൽ ചിരഞ്ജീവി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന വീഡിയോയാണ് ട്രോൾ വീഡിയോയിലെ ഹൈലൈറ്റ്. ഒപ്പം തെലുങ്ക് സിനിമയിൽ ഒഴിച്ചുകൂടാനാകാത്ത ഐറ്റം ഡാൻസും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ലൂസിഫർ ചിരഞ്ജീവി തെലുങ്കിൽ ഒരുക്കിയിരുന്നു. തിയേറ്ററിൽ വൻ പരാജയമായ ചിത്രം സോഷ്യൽ മീഡിയയിലും ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാൻ അതിഥി വേഷത്തിലെത്തിയിട്ടും ചിത്രം ട്രോൾ മെറ്റീരിയലായി മാറി. സ്ക്രിപ്റ്റിൽ ചിരഞ്ജീവി അനാവശ്യമായി കൈകടത്തിയെന്ന വിമർശനമായിരുന്നു അന്നുയർന്നത്.